ജനങ്ങൾക്കിടയിൽ പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് ഏത് തരത്തിലുള്ള ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശ്ശൂർ? ഇവിടെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പം മൂന്നാം ഘട്ടമല്ല, വാസ്തവത്തിൽ നാലാം ഘട്ടമൊക്കെ ആയിട്ടുണ്ട്. പ്രചരണ പരിപാടി നാലാം ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. രണ്ട് ഘട്ടമായിട്ട് പൊതു പരിപാടികളായിരുന്നു, അതായത് സ്വീകരണ പരിപാടികളായിരുന്നു. ആ സ്വീകരണ പരിപാടി ഇനി നാളത്തെ ഒല്ലൂർ മണ്ഡലത്തിലെ 18-ാം തീയതി കൂടി കഴിഞ്ഞാൽ ആ പരിപാടികൾ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കും. ഇപ്പം ഇത് നമ്മൾ പല സ്ഥാപനങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം വോട്ടർമാരെ കാണാനുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൈക്കാട്ട് ശേരിയുള്ള വൈദ്യരത്നത്തിൽ വന്നിരിക്കുന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഓരോ ഘട്ടം ചെല്ലുന്തോറും നമ്മുടെ വിജയപ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയില്ലാത്ത തരത്തിലുള്ള ഫൈറ്റ് നടക്കുന്ന മണ്ഡലം, എതിർ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികൾക്കും ഒരു പ്രത്യേകതരം പ്രതീക്ഷ, ദേശീയ തലത്തിൽ ഉറ്റുനോക്കുന്ന BJP ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് ഇത് നിൽക്കുക, നരേന്ദ്രമോദി ഇന്നലെ കൂടെ വന്നിട്ട് പോകുക, ഇതൊക്കെ അവർക്ക് കൂടുതൽ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും തന്നിട്ടുണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നരേന്ദ്രമോദി പോണോടത്തൊക്കെ ജയിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ജയിക്കണ്ടേ? എല്ലാ സ്ഥലത്തും ജയിക്കില്ലല്ലോ. നമ്മൾ പോകുന്ന സ്ഥലത്ത് എല്ലാവരും നമ്മൾ ജയിക്കില്ല. അതുപോലെ നരേന്ദ്രമോദി 3 തവണ വന്നതുകൊണ്ട് മാത്രം തൃശ്ശൂർ ജയിച്ചോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയോട് പറയാനുള്ളത് ഇവിടെ ജയിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. ഇടതുപക്ഷം മുന്നണി ജയിക്കും. കോൺഗ്രസിന്റെ തട്ടകമായിട്ടുള്ള മണ്ഡലം, കഴിഞ്ഞ തവണ ജയിച്ചത് കോൺഗ്രസ്, സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കുന്നു. മുരളീധരൻ കോൺഗ്രസിന് തൃശ്ശൂരുകാർക്ക് സുപരിചിതനാണ്, തൃശ്ശൂരിന്റെ സ്വന്തമാണ് എന്നുള്ള അവകാശവാദവുമായിട്ട് കോൺഗ്രസ് പ്രചാരണത്തിന് ഇറങ്ങുന്നു. അപ്പൊ ആ ഭാഗത്തുമില്ലേ ഒരു വലിയ മുൻതൂക്കം? ഞാൻ തൃശ്ശൂർക്കാർ സ്വന്തമല്ലേ? തൃശ്ശൂർ 3 തവണ ജയിച്ച ആളല്ലേ ഞാൻ. അദ്ദേഹം ഇവിടെ തോറ്റ ആളല്ലേ മുമ്പ്. അപ്പം അതുകൊണ്ട് നമ്മളാരും ഇന്ന ആളിൽ മാത്രം സ്വന്തമായിട്ടില്ല. നമ്മളെല്ലാവരും സ്വന്തക്കാരാണ്. അദ്ദേഹം സ്വന്തമായ പോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടുത്തെ സ്വന്തക്കാരാണ്. ഇവിടെ നാട്ടുകാരായിട്ട് നമുക്കൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ ഇടതുപക്ഷത്തിൻ്റെ തട്ടകമെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെടാമല്ലോ. കാരണം ഏറ്റവും കൂടുതൽ സമയം ജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. 17 ഇലക്ഷനിൽ 10 ഇലക്ഷൻ ജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. 7 അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ 10 ഞങ്ങളുടെ കൂടെ അല്ലേ? 10 7 വലുത്. അത് 10 തന്നെ 10 തന്നെയല്ലേ? അപ്പൊ എന്താ സംശയം? നിങ്ങൾക്ക് 7 വലുതെന്ന് പറയണം. 2009 തൊട്ട് മാറി മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. 2020 മാറിയല്ലോ. 7 മണ്ഡലം ഞങ്ങളുടെ കൂടെ അല്ലേ? 7 അസംബ്ലി മണ്ഡലം ആരുടെ കൂടെയാണ്? ഞങ്ങളുടെ കൂടെ അല്ലേ? നിയമസഭയും ലോക്സഭയും 2 തരത്തിലാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ പൾസ് ഒക്കെ വരാറുള്ളത്. അങ്ങനെ എല്ലായ്പ്പോഴും വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിയമസഭയിലേക്കാൾ നല്ല മെച്ചപ്പെട്ട വിജയ തവണ ഉണ്ടാവും ഞങ്ങൾക്ക്. നിയമസഭയിൽ 2022 നല്ല വിജയം ഞങ്ങൾക്ക് ഉണ്ടാവും. വികസന വിഷയങ്ങൾ സംസാരിക്കാൻ കൂട്ടാകുന്നില്ല, അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് എതിർ സ്ഥാനാർത്ഥികൾ എന്നാണ് ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥി നമ്മളോട് തന്നെ പ്രതികരിച്ചത്. ഏത് വികസനം ചർച്ച ചെയ്യാത്തത്? ഞങ്ങൾ ഏത് വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏത് വികസനം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ പ്രധാനമായും പറയുന്നത് വികസനം തന്നെയാണ്. തൃശ്ശൂരിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, BJP നടത്തിയിട്ടുള്ള അഴിമതികൾ, പെട്രോളിയത്തിൻ്റെ വില വർധനവ്, കുക്കിംഗ് ഗ്യാസിൻ്റെ വില വർധനവ്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമില്ല. ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന എല്ലാ വിഷയങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് വികസന കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഒളിച്ചോടിയത്? ഞങ്ങളിവിടെ തന്നെ ഇല്ലേ? ഞങ്ങൾ എവിടേക്ക് ഒളിച്ചോടുന്നത്? PS സുനിൽകുമാർ എന്ന് പറയുന്ന കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇമേജിന് അപ്പുറത്തേക്ക് കരുവന്നൂർ ഒരു വിവാദമായിട്ട് വരുമ്പോൾ അത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്നൊരു പേടിയുണ്ട്. ഞങ്ങളെന്തിനു പേടിക്കണം? ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ലല്ലോ. കരുവന്നൂർ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. അതിലെന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം? എന്താണ് കരുവന്നൂർ വിഷയത്തിൽ? അവരിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ 17,600 കോടിയെ അല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കരുവന്നൂരിൽ ലോക്കലായിട്ട് ബാങ്കിലുണ്ടായിട്ടുള്ള ഒരു സ്കാമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് BJP അല്ല തീരുമാനിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ചർച്ച ചെയ്യാത്ത എന്താ? ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും 10,000 കോടി രൂപ കൈക്കൂലി വാങ്ങിയ BJPക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവത്തിലോ ഇങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്വേഷണത്തിൽ ആര് വേണമെങ്കിലും അവർ അറസ്റ്റ് ചെയ്യട്ടെ, എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കട്ടെ. ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഇടിക്ക് അന്വേഷിക്കുന്നതിനുണ്ടോ?
ED ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJPയുടെ ഓഫീസ് പോയിട്ട് BJPയുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ ഇടിക്ക് ധൈര്യമുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ്. അപ്പോൾ നിയമവിരുദ്ധമായിട്ട് ഇത്രയും കോടികൾ കൈപ്പറ്റിയിട്ടുള്ള BJPക്ക് എന്ത് അധികാരമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് അഴിമതിയെപ്പറ്റി സംസാരിക്കാൻ? എന്താണ് അവർക്ക് അധികാരമുള്ളത്? ഈ അഴിമതിയെപ്പറ്റി അവരന്വേഷിക്കുന്ന പോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി EDയുടെ ഏതെങ്കിലും ഒരു ആൾ പോയിട്ട് അന്വേഷിക്കാനോ ED അവിടെ പോയിട്ട് റെയ്ഡ് നടത്താനോ അവർക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് പറയട്ടെ. ഒരു വോട്ട് മറിക്കൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. ഇവിടെ തൃശ്ശൂർ അങ്ങനെ നടക്കാനുള്ള അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനൊരു പത്രപ്രവർത്തകയോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞപ്പോട്ടെ, നിങ്ങൾ പത്രപ്രവർത്തകയാണല്ലോ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു BJPയുടെ അല്ല ഇവിടെ വോട്ട് മറിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഫീൽഡിൽ പോകുന്ന ആൾക്കാരല്ലേ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണോ? നമ്മളങ്ങനെ ഏറ്റെടുക്കാൻ പാടുണ്ടോ? അതൊക്കെ ഈ രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളതല്ലല്ലോ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ചർച്ചാ വിഷയമാക്കുമെന്ന് പറഞ്ഞത് വളരെ ഖേദകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണ് നമ്മളെ ഏറ്റവും എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കേഡർ പാർട്ടികളല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ. അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ വോട്ടിന് വേണ്ടി അപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ആൾക്കാർ അപ്പുറത്ത് വോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരാണോ? നേതാക്കന്മാർ പറഞ്ഞാൽ മാത്രം വോട്ട് ചെയ്യുന്ന പാർട്ടിയല്ലല്ലോ CPI CPM. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ ചോദ്യം, ഒരു ഡൂ ഓർ ഡൈ മത്സരമാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണോ? CPI സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഡൂ ഓർ ഡൈ മത്സരമാണ്. ജനാധിപത്യവും മതേതരത്വവും വേണോ, അതല്ല ഇവിടെ ഒരു മതരാഷ്ട്രം വേണോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു ഫാസിസ്റ്റുകളുടെ മതരാഷ്ട്രം സ്ഥാപിക്കണോ, അതല്ല ഇവിടെ ഒരു മതേതരത്വം ജനാധിപത്യം നിലനിൽക്കണോ എന്നുള്ളൊരു ഡൂ ഓർ ഡൈ മത്സരമാണ്. ആ CPIക്ക് മാത്രമുള്ള മത്സരമല്ല. CPIക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിഷയമല്ല ഇതിനകത്ത്. ഞങ്ങൾ ഈ ഒരു രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ CPIയുടെ ഒരു ഡൂ ഓർ ഡൈ മത്സരം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. CPIക്ക് ഇപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ വിലയിരുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മനുഷ്യർ, മതേതര വിശ്വാസികളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂ ഓർ ഡൈ മത്സരമാണ്. അതിൽ നമ്മളൊരിക്കലും ജനാധിപത്യവും മതേതരത്വവും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ശരി.